ആം ആദ്മി എംപിമാരുടെ കൂറുമാറ്റമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള ആളുകൾ ബിജെപിയിലേക്ക് പോകുന്നത് ആം ആദ്മിക്കകത്ത് ഒരു ക്രൈസിസ്, ഒരു പ്രതിസന്ധി രൂപപ്പെടുത്തിയിരിക്കുകയാണ്. എംപിമാരുടെ കൊഴിഞ്ഞുപോക്കിനു പിന്നാലെ അനുനയ നീക്കങ്ങളുമായി ആം ആദ്മി പാർട്ടി എംപിമാരുമായി ഉന്നത നേതാക്കൾ ഇന്നിപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് യോഗം. എംപിമാരുടെ കൂറുമാറ്റത്തിനൊപ്പം MLA മാരും പാർട്ടി വിടുമോ എന്ന ആശങ്കയിലാണ് ആം ആദ്മി. ഡൽഹിയിൽ നിന്ന് റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, ഒരു സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ആം ആദ്മി പാർട്ടി. എംപിമാർ ഇപ്പോൾ പാർട്ടി വിട്ടുപോകുന്നു, BJPയിലേക്ക് കൂടുമാറുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിമത സ്വരങ്ങൾ പാർട്ടിയിൽ ഉയരുമോ എന്നുള്ള ആശങ്കയൊക്കെയുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു യോഗമാണ് നടക്കുന്നത്. എന്തൊക്കെ വിശദാംശങ്ങൾ ലഭിക്കുന്നു? ജിൽസി, പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. 7 പ്രധാനപ്പെട്ട രാജ്യസഭാ എംപിമാർ കൊഴിഞ്ഞുപോക്ക് വലിയ ആശങ്കയിലേക്ക് ആം ആദ്മി പാർട്ടിയെ തള്ളിയിട്ടിരിക്കുന്നത്. എന്തായാലും 3 പേർ ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം തന്നെ BJPയിൽ ചേരുകയും ബാക്കിയുള്ള 4 പേർ, ഹർഭജൻ സിംഗ് അടക്കമുള്ള 4 എംപിമാർ ഉടൻ BJPയിൽ ചേരുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതേസമയം ഈ എംപിമാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പ്രത്യേകിച്ചും നിലവിൽ 10 എംപിമാരാണ് രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടിക്ക് ഉള്ളത്. അതിൽ 7 പേർ BJPയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ 3-ൽ 2 ഭാഗം തന്നെ BJPയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിലവിൽ ഈ എംപിമാരെ അയോഗ്യരാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ള എംപിമാരെ വെച്ചുകൊണ്ട് ഒരു അയോഗ്യതയിലേക്ക് കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അനുനയ നീക്കത്തിലേക്കും അതോടൊപ്പം തന്നെ ചർച്ചകളിലേക്കും ആം ആദ്മി പാർട്ടി കടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. അതായത് ഒരു എംപിയുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ മറ്റു എംപിമാരെ, നിലവിൽ BJPയിലേക്ക് പോയിട്ടുള്ള എംപിമാരെ അയോഗ്യരാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുകയുള്ളൂ. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ എംപിമാരുമായി ഒരു അനുനയ ശ്രമത്തിനും അതോടൊപ്പം തന്നെ കൂടിക്കാഴ്ചയ്ക്കും ഒക്കെ ഇപ്പോൾ ദേശീയ നേതൃത്വം ശ്രമം തുടരുന്നത്. എന്തായാലും ഇന്ന് ഉന്നത നേതാക്കൾ അടക്കം ഈ എംപിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒരു അനുനയത്തിനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ചർച്ച നടക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ പാർട്ടിയുമായും ദേശീയ നേതൃത്വവുമായും ഒക്കെ തന്നെയും ഇഴഞ്ഞു നിൽക്കുന്ന സ്വാതി മൽവാളുമായി കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയില്ല. പക്ഷേ ഹർഭജൻ സിംഗ് അടക്കമുള്ള എംപിമാരെ ഏറ്റവും വലിയ തിരിച്ചടി APയുടെ പഞ്ചാബ് ഘടകത്തിനാണ്. അവിടെ വീണ്ടും ഇത്തരം പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ടോ? അത്തരത്തിലൊരു സാധ്യത കൂടി ഇപ്പോൾ നിലവിൽ കാണുകയാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഈ എംപിമാരുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ എംപിമാർ, അതായത് നിലവിൽ രാജിവെച്ചിട്ടുള്ള 7 എംപിമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് MLA-മാരെ കൂടി കൂട്ടുപിടിക്കാനുള്ള ഒരു ശ്രമം BJPയുടെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ MLA-മാർ കൂടിയും കൂടുമാറുമോ എന്നുള്ളൊരു വലിയ ആശങ്കയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകൾ സജീവമാക്കിക്കൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് ആം ആദ്മി പാർട്ടി കടക്കുന്നത്. നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം ഈ എംപിമാർ രാജിവെച്ച ഘട്ടത്തിൽ തന്നെ സഞ്ജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾ പങ്കുവച്ചിരുന്നത് ഓപ്പറേഷൻ താമര, BJPയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ താമര പഞ്ചാബിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഓപ്പറേഷൻ താമരയെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി മെനയുന്നത്. അതോടൊപ്പം തന്നെ ഈ MLA-മാരെയൊക്കെ തന്നെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവരുമായും അനുനയ ചർച്ചയ്ക്കൊക്കെ സജീവമായി തന്നെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ എംപിമാരുടെ അനുനയത്തിന് ശേഷം MLA-മാരുമായി കൂടുതൽ കൂടിക്കാഴ്ച നടത്തുകയും ആശയവിനിമയം അടക്കം നടത്തുകയും ചെയ്യും. ഈ നിലവിൽ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ MLA-മാരെ കൂടെ നിർത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് ഒപ്പമുള്ളത്. അതേസമയം പണമടക്കം എറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ MLA-മാരെ ചാക്കിട്ട് പിടിക്കാനുള്ള നീക്കം BJPയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള ചില കടുത്ത ആരോപണങ്ങൾ കൂടി ഈ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ കടുത്ത ആശങ്കയിലേക്കാണ് ആം ആദ്മി പാർട്ടി കടന്നിരിക്കുന്നത്. ദേശീയ നേതൃത്വം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അരവിന്ദ് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരിക്കും ഇന്ന് ഈ എംപിമാരുമായും MLA-മാരുമായും ഒക്കെ തന്നെയും കൂടിക്കാഴ്ച നടത്തുക. പിന്നീട് പഞ്ചാബിലെ തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ ഈ MLA-മാരെ കൂടെ നിർത്താനുള്ള പോംവഴികളൊക്കെ തന്നെയും തീർച്ചയായിട്ടും റഷീദ്, അപ്പോൾ MLA-മാരിലടക്കം ഈ ഒരു വലിയ കാര്യങ്ങൾ അത് പ്രതിസന്ധിയിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്. അതിന് മുന്നോടിയായിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു യോഗം ചേരുന്നുണ്ട്. എന്തായാലും